പശ്ചിമേഷ്യയിൽ യുദ്ധക്കളത്തിൽ താൽക്കാലിക നിശബ്ദതയാണ്. ആ നിശബ്ദത താൽക്കാലികമാണോ അതോ ഇനി സ്ഥിരമായിട്ട് ആ നിശബ്ദത തന്നെ ആയിരിക്കുമോ എന്ന് സംശയിക്കുന്ന മണിക്കൂറുകളാണ്. ഇന്നലെയാണ് ഡൊണാൾഡ് ട്രംപ് അനിശ്ചിതമായി ഈ വെടിനിർത്തൽ പ്രഖ്യാപിച്ചത്. വെടിനിർത്തൽ നീട്ടിക്കൊണ്ട് അത് എത്ര കാലത്തേക്കെന്ന് പ്രഖ്യാപിക്കാതെ അനിശ്ചിതമായി ആ വെടിനിർത്തൽ അങ്ങനെ പ്രഖ്യാപിച്ച് കളഞ്ഞത്. അതിനുശേഷവും ട്രംപ് ഈ താളമടിച്ച് യുദ്ധത്തിൽ ജയിക്കാനായില്ലെങ്കിൽ താളമടിച്ച് ജയിക്കാൻ പറ്റുന്ന ആളാണ് ട്രംപ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഏറ്റവും ഒടുവിൽ ട്രംപ് പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതിലൊന്ന് 72 മണിക്കൂറിനുള്ളിൽ ചർച്ചാ ടേബിളിലേക്ക് ഇരു രാജ്യങ്ങളും മടങ്ങിയെത്തുമെന്നാണ്. അമേരിക്കയും ഇറാനും മടങ്ങിയെത്തുമെന്നാണ്. 2, അദ്ദേഹത്തിന്റെ ഒരു പ്രതീക്ഷ, ട്രംപിന്റെ ഒരു പ്രതീക്ഷയായി ട്രംപ് പങ്കുവയ്ക്കുന്ന കാര്യം, ഇറാൻ അടിയന്തരമായി ഉടനെ തന്നെ ഹോർമൂസ് കടലിടുക്ക് തുറക്കും. അതിന്റെ കാരണം ഇറാന് ഹോർമൂസ് കടലിടുക്ക് അടച്ചിടുന്നത് കൊണ്ട് വലിയ നഷ്ടമാണ്. ദിവസം $500 മില്യൺ ഇറാന് നഷ്ടം വന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് അത് ഇറാന്റെ സമ്പദ് വ്യവസ്ഥയെ വല്ലാതെ ബാധിക്കുന്നതുകൊണ്ട് ഏറ്റവും പെട്ടെന്ന് തന്നെ ഇറാൻ ഹോർമൂസ് കടലിടുക്ക് തുറക്കുമെന്നുള്ള പ്രത്യാശയൊക്കെയാണ് ട്രംപ് പങ്കുവയ്ക്കുന്നത്. നമുക്കറിയാമല്ലോ, ചർച്ചാ ടേബിളിലേക്ക് ഇറാനെ വിളിക്കുമ്പോൾ അടുത്ത റൗണ്ട് ചർച്ചകൾ തിങ്കളാഴ്ച തുടങ്ങുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. അതിനുള്ള എല്ലാ സംവിധാനവും ഇസ്ലാമാബാദിൽ ഒരുങ്ങി. അതുപോലെ JD വാൻസ്, അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ്, സ്യൂട്ടും കോട്ടും ടൈയും ഒക്കെ ഇട്ട് ഷൂ ഒക്കെ പോളിഷ് ചെയ്ത് വിമാനമൊക്കെ റെഡിയാക്കി നിർത്തിയിരുന്നു ഇസ്ലാമാബാദിലേക്ക് പോകാൻ. അപ്പോ ഇസ്ലാമാബാദിൽ നിന്ന് കിട്ടുന്ന അറിയിപ്പെന്ന് വെച്ചാൽ ഇറാൻ മൈൻഡ് ചെയ്യുന്നില്ലെന്നുള്ളതാണ്. ഇറാൻകാർക്ക് ചർച്ചയ്ക്ക് താല്പര്യമില്ല, അവർ ചർച്ചയ്ക്ക് വരുന്നില്ലെന്നാണ് പറയുന്നത് എന്നാണ്. അങ്ങനെ JD വാൻസ് പോകണോ വേണ്ടയോ എന്ന് ചില സിനിമകളിലൊക്കെ പറയുന്ന പോലെ പോകണോ വേണ്ടയോ എന്നിങ്ങനെ ആലോചിച്ച് മണിക്കൂറുകൾ ഇങ്ങനെ അദ്ദേഹം വിഷണനായി കാത്തിരുന്നു എന്നാണ് പറയുന്നത്. ലോകത്തെ ഏറ്റവും വലിയ രാജ്യത്തെ, ഏറ്റവും വലിയ സൈനിക ശക്തി ഉള്ള രാജ്യത്തിന്റെ, ലോകത്തെ സൂപ്പർ പവറിന്റെ ആ രാജ്യത്തെ വൈസ് പ്രസിഡന്റിന്റെ അവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ വിവരിച്ചത്. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയാണ്. ഇറാൻ മൈൻഡ് ചെയ്യുന്നതേ ഇല്ല. കാരണം ഇറാൻ യുദ്ധത്തിൽ തോറ്റിട്ടില്ലല്ലോ. വലിയ പ്രഖ്യാപനങ്ങളുമായിട്ടാണല്ലോ ട്രംപ് വന്നത്. ഒന്ന്, റെജീം ചേഞ്ച് ആയിരുന്നു. റെജീം കൃത്യമായിട്ടും ആ ഭരണകൂടത്തെ മാറ്റുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചു. 2, ഇറാന്റെ ആണവ പദ്ധതിയെ മുച്ചൂടും മുടിക്കുമെന്ന്, അതിനെ ആണവ പദ്ധതിയെ കുഴിച്ചും മൂടുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചു. 3, അവരുടെ മിസൈൽ ശേഖരത്തെ മുഴുവനായി ഇല്ലാതാക്കുമെന്ന് പ്രഖ്യാപിച്ചു. ആ രാജ്യത്തെ തന്നെ ശിഥിലമാക്കുമെന്നൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണല്ലോ ഈ ഫെബ്രുവരി 28 യുദ്ധത്തിലേക്ക്, ആക്രമണത്തിലേക്ക് ഇറാനെതിരെ അമേരിക്ക കടന്നത്. അവിടെ 170 മിനാബിൽ 170 സ്കൂൾ കുട്ടികളെ കൊന്നതുൾപ്പെടെ അവരുടെ ഇറാന്റെ ആത്മീയ നേതാവ്, അവരുടെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖംനേയെയും നിരവധി സൈനിക നേതാക്കളെയും കൊലപ്പെടുത്തിയതടക്കം ആദ്യത്തെ ദിവസം തന്നെ വലിയ ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ടാണ് ട്രംപ് ഈ യുദ്ധം തുടങ്ങിയത്. പക്ഷേ ഈ യുദ്ധം 40 ദിവസം പിന്നിട്ടപ്പോൾ ട്രംപ് തന്നെ വലിച്ചുകൊണ്ട് ഓടുന്ന അവസ്ഥയാണ്. ട്രംപ് തന്നെ വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. കാരണം എന്താണ്? ഇറാൻ തോറ്റില്ല, അമേരിക്ക ജയിച്ചില്ല എന്ന് മാത്രമല്ല, ഇറാനെ അമേരിക്കയ്ക്ക് ദുർബലപ്പെടുത്താൻ പോലും കഴിഞ്ഞില്ല. ഇനിയും എത്ര ദിവസം വേണമെങ്കിലും യുദ്ധം ചെയ്യാൻ തയ്യാറായി ഞങ്ങൾ നിൽക്കുകയാണ്. ഒരു ജനത എന്ന നിലയിൽ ഞങ്ങളുടെ ഇന്റഗ്രിറ്റി, ഞങ്ങളുടെ ദേശീയത ഞങ്ങൾ സംരക്ഷിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് മരിക്കാൻ തയ്യാറായി നിന്ന കുറെ മനുഷ്യര്, സൈനികരടക്കം, അങ്ങനെ കുറെ പേരെ കൊലപ്പെടുത്താൻ കഴിഞ്ഞു എന്നതല്ലാതെ 3000-ഓളം പേര് കൊല്ലപ്പെട്ടു എന്നുള്ള കണക്കാണ്. അങ്ങനെ അത്രയും പേരെ കൊലപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളതല്ലാതെ ട്രംപ് പ്രഖ്യാപിച്ച ഒന്നുമേ ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് ട്രംപിന് നേടാൻ കഴിഞ്ഞില്ല. മാത്രമല്ല, എല്ലാം ട്രംപ് പ്രഖ്യാപിച്ചത് മുഴുവനായി പരാജയപ്പെട്ടു. നെതന്യാഹുവിനും വലിയ പ്രതീക്ഷകളായിരുന്നു. പക്ഷെ നെതന്യാഹു പ്രതീക്ഷിച്ചതൊന്നും നടന്നില്ല. മൊത്തത്തിൽ ഇവരെന്താണോ ഉദ്ദേശിച്ചത് അത് മുഴുവൻ നിഷ്ഫലമായി എന്ന് വേണമെങ്കിൽ പറയാം. എന്തൊക്കെയായിരുന്നു മലപ്പുറം കത്തിയ അമ്പ് വില്ല് എന്ന് പറയുന്നത് പോലെ, മെഷീൻ ഗൺ എന്ന് പറയുന്നത് പോലെ, ലോകത്തെ ഏറ്റവും വലിയ പടക്കപ്പലായ ജെറാൾഡ് ആർ ഫോർഡ്, USS എബ്രഹാം ലിങ്കൺ, F-35 ഫൈറ്റർ ജെറ്റുകൾ, വലിയ സൈനിക സംവിധാനം, സൈനിക വിന്യാസം, മെഡിറ്ററേനിയനിൽ, അതുപോലെ അറേബ്യൻ കടലിൽ, ഇന്ത്യൻ മഹാസമുദ്രത്തിലൊക്കെ ഇങ്ങനെ വലിയ സൈനിക സംവിധാനം ഒക്കെ ഉണ്ടാക്കി വെച്ചുകൊണ്ടാണ് ഇറാനെ അങ്ങോട്ട് നേരിടാനായിട്ട് ഇങ്ങനെ അങ്ങോട്ട് യുദ്ധം ചെയ്ത് തുടങ്ങിയത്. അപ്പൊ യുദ്ധം ചെയ്ത് തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് ഒരു രക്ഷയുമില്ല എന്ന്. അപ്പൊ ഇപ്പോ ഉള്ള പ്രശ്നം, ഇറാൻ ചോദിക്കുന്നത്, യുദ്ധത്തിൽ ഞങ്ങൾ തോറ്റില്ല, പിന്നെ നിങ്ങൾ എങ്ങനെയാണ് ഡിമാൻഡ് വെക്കുന്നത്? സത്യത്തിൽ ഞങ്ങൾ ജയിച്ചവരാണ്. യുദ്ധം ജയിച്ച ഇറാനാണല്ലോ ഡിമാൻഡ് വെക്കേണ്ടത്. ഇനി ഞങ്ങളാണ് ഡിമാൻഡ് വെക്കുന്നത്. ഞങ്ങൾ പറയുന്ന ഡിമാൻഡുകൾ നീ അംഗീകരിക്കണം, ഞാൻ പറയും നീ കേൾക്കണമെന്നാണ് ഇറാൻ പറയുന്നത്. കാരണം ഞങ്ങളാണ് ഈ വിക്ടറി, ഈ യുദ്ധത്തിൽ വിജയിച്ചു നിൽക്കുന്നവർ ഞങ്ങളാണ്. അപ്പൊ ഞങ്ങളുടെ ആണവ പദ്ധതി ഇല്ലാതാക്കണമെന്നും ഞങ്ങളുടെ കയ്യിലുള്ള യുറേനിയം അങ്ങോട്ട് തരണമെന്നും ഒക്കെ
ഇങ്ങനെ ഡിമാൻഡുകൾ ഉന്നയിക്കുന്നതിന്റെ യുക്തി ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. തലയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ മിസ്റ്റർ ട്രംപ് എന്നാണ് ഇറാൻ ചോദിക്കുന്നത്. അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ അത്ര ശക്തന്മാരായിരുന്നെങ്കിൽ നിങ്ങൾ ഇറാനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി ഇറാന്റെ കയ്യിലുണ്ട് എന്ന് പറയുന്ന 400 കിലോഗ്രാം ഈ സമ്പുഷ്ട യുറേനിയം പിടിച്ചെടുക്കണമായിരുന്നു. ഇറാന്റെ ആണവ പദ്ധതി തകർക്കണമായിരുന്നു. ആണവ കേന്ദ്രങ്ങൾ മുഴുവൻ തകർക്കണമായിരുന്നു. ഇറാന്റെ മിസൈൽ ശേഖരം മുഴുവൻ തകർക്കണമായിരുന്നു. ഇറാനിലെ പട്ടാളക്കാരെ ബഹുഭൂരിപക്ഷത്തിനെയും കൊല്ലണമായിരുന്നു. എന്നിട്ട് ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെ അധിനിവേശിക്കണമായിരുന്നു. അതിന് കഴിഞ്ഞില്ല. 40 ദിവസം യുദ്ധം ചെയ്തിട്ടും കഴിഞ്ഞില്ലല്ലോ. എന്തുകൊണ്ടാണ് ട്രംപ് അനിശ്ചിതമായി ഈ വെടിനിർത്തൽ നീട്ടുന്നത്? എന്തുകൊണ്ടാണ് ട്രംപ് വീണ്ടും എങ്കിൽ ചർച്ചയ്ക്ക് അവർ തയ്യാറായി വന്നിട്ടില്ല? 2 ആഴ്ചത്തെ വെടിനിർത്തലിന്റെ കാലാവധി കഴിഞ്ഞു. അപ്പൊ ഇനി സ്വാഭാവികമായിട്ട് അടുത്ത സ്റ്റെപ്പ് എന്താണ്? ചർച്ചയ്ക്ക് വരാത്ത ഇറാനെതിരെ ആക്രമണം തുടങ്ങുക, അല്ലെങ്കിൽ ആ യുദ്ധം തുടരുക എന്നുള്ളതല്ലേ ശരിയായ രീതിയിൽ? അങ്ങനെയല്ലേ നമ്മൾ മനസ്സിലാക്കുക. പക്ഷെ എന്തുകൊണ്ടാണ് ഈ നെഗോഷിയേഷൻ ടേബിളിന് പുല്ലുവില കൽപ്പിച്ചുകൊണ്ട്, ട്രംപിന്റെ തീട്ടൂരങ്ങൾക്ക് പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് പോടാ പുല്ലേ എന്ന് ഇറാൻ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ട്രംപ് എന്താണ് ചെയ്യുന്നത്? ട്രംപ് അനിശ്ചിതമായി വെടിനിർത്തൽ നീട്ടുകയാണ്. കാരണം ഇനി അങ്ങോട്ട് ഈ യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ ഉള്ള മാനം കൂടി, ഇപ്പൊ തന്നെ മാനമെല്ലാം പോയി, ഇനി അങ്ങോട്ട് യുദ്ധം വീണ്ടും തുടങ്ങിക്കഴിഞ്ഞാൽ ഉള്ള മാനം കൂടി പോകുമെന്ന് കൃത്യമായിട്ടും ട്രംപിന് മനസ്സിലായി എന്നുള്ളതാണ്. അതുപോലെ ട്രംപ് പ്രഖ്യാപിക്കുന്ന ഈ വലിയ ഉപരോധമുണ്ടല്ലോ, ഈ ഹോർമൂസിലേക്കുള്ള വലിയ ഉപരോധം, ട്രംപ് പറയുന്നത് അവിടെ ഈച്ച പോലും പാറുന്നില്ലെന്നാണ്. ഞങ്ങളുടെ ഈ ഉപരോധം കാരണം ഈച്ച പോലും പാറുന്നില്ല എന്നാണ്. പക്ഷേ ഇന്ന് ഫിനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒരു വാർത്തയുണ്ട്. അതായത് ഏപ്രിൽ 13 ട്രംപ് ഈ ഉപരോധം പ്രഖ്യാപിച്ച ശേഷമുള്ള കഴിഞ്ഞ ദിവസങ്ങളിൽ ഏതാണ്ട് 2 ആഴ്ച കാലം കൊണ്ട് ഹോർമൂസിലൂടെ കടന്നുപോയ കപ്പലുകളുടെ എണ്ണം 34 കപ്പലുകൾ ആ ഉപരോധം മറികടന്നുകൊണ്ട് ഹോർമൂസിലൂടെ കടന്നുപോയി എന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഫിനാൻഷ്യൽ ടൈംസ് ആണ്. അവര് ആ റിപ്പോർട്ടിന് ഒരു ഉപോത്ബലകമായിട്ട് ഒരു പഠനമാണ്, ഒരു ഈ ഷിപ്പ് ട്രാക്കിംഗ് ഡാറ്റയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വോർട്ടെക്സ എന്നൊരു കപ്പൽ ട്രാക്കിംഗ് കമ്പനിയുടെ ഡാറ്റ, അതിന്റെ ആ ഡാറ്റയെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഫിനാൻഷ്യൽ ടൈംസ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. അതിന് 34 കപ്പലുകൾ അമേരിക്കൻ ഉപരോധം മറികടന്നുകൊണ്ട് ഈ മേഖലയിലൂടെ കടന്നുപോയി. അതിലൊന്ന് ഇന്ത്യൻ തീരത്തേക്ക് വന്ന കപ്പലാണ് എന്നും ഈ ഡാറ്റ പറയുന്നുണ്ട്. ആ കപ്പലുകളിൽ ഒന്ന് ഏപ്രിൽ 18 ഇന്ത്യൻ തീരത്തെത്തിയ ഇറാനിയൻ പതാകയുള്ള സൂപ്പർ ടാങ്കർ ഡോറീന അടക്കം 34 കപ്പലുകൾ. അതിൽ തന്നെ അവർ കൃത്യമായിട്ട് കണക്ക് പറയുന്നുണ്ട്. ഈ കപ്പലുകളിൽ കുറഞ്ഞത് 6 എണ്ണമെങ്കിലും 10.7 ദശലക്ഷം ബാരൽ ശേഷിയുള്ള കപ്പലുകളാണ്. അതായത് $910 ദശലക്ഷം വിലമതിക്കുന്ന എണ്ണയാണ് ഈ കപ്പലുകളിലൂടെ, ഓരോ കപ്പലുകളിലൂടെയും ഇങ്ങനെ കടത്തിവിട്ടത്. അമേരിക്കയുടെ ഉപരോധത്തിന് അവിടെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നത് റിപ്പോർട്ട് ചെയ്യുന്നത് ഫിനാൻഷ്യൽ ടൈംസ് ആണ്. കൃത്യമായ ഡാറ്റകളുടെ അടിസ്ഥാനത്തിലാണ് അവർ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്നിട്ടും ട്രംപ് പറയുന്നത് ആ ഉപരോധം ഞങ്ങൾ ഉപരോധിക്കുന്നത് കൊണ്ട് അവിടെ ഒന്നും നടക്കുന്നില്ല എന്നാണ്. IRGC കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, ഈ ഏതെങ്കിലും വിഡ്ഢി അവിടെ ഇരുന്നു കൊണ്ട് എന്തെങ്കിലും ഈ ട്രൂത്ത് സോഷ്യലിലോ അല്ലെങ്കിൽ ഏതെങ്കിലും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടുന്നതനുസരിച്ചല്ല ഹോർമൂസിലെ കാര്യങ്ങൾ നടക്കുന്നത്. ഹോർമൂസിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് കൃത്യമായിട്ടും IRGC ആണ്, ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോപ്സ് ആണെന്ന് കൃത്യമായിട്ടും കഴിഞ്ഞ ദിവസം IRGC പ്രസ്താവനയിലൂടെ പറഞ്ഞിരുന്നു. മൊത്തത്തിൽ ട്രംപ് നാണം കെടാൻ ഇനി ഒന്നുമില്ല എന്ന അവസ്ഥയിലാണ്. ട്രംപിന് ഇങ്ങനെ തോന്നുന്നുണ്ടാവും ഏത് സമയത്താണാവോ നെതന്യാഹുവിന്റെ ഉപദേശം കേട്ടുകൊണ്ട് ഇങ്ങനെ ഇറാനെ ആക്രമിക്കാനായി ഇറങ്ങി പുറപ്പെട്ടത് എന്ന്. അവരുടെ ജോയിന്റ് മിലിറ്ററിയുടെ സംയുക്ത സൈന്യത്തിന്റെ മേധാവി വരെ ട്രംപിന് കൃത്യമായി മുന്നറിയിപ്പ് കൊടുത്തതാണ്, ഇങ്ങനെ ഒരു സാഹസത്തിന് പോകരുത്, പണി കിട്ടുമെന്ന്. അപ്പൊ ഇങ്ങനെ ആകെ പണി കിട്ടി. ഇപ്പോൾ യുദ്ധം ഇനി അങ്ങോട്ട് പുനരാരംഭിക്കാനും വയ്യ, ചർച്ചയ്ക്ക് ഇറാൻ വരുന്നുമില്ല. ഇറാൻ ഇപ്പോൾ പറയുന്നത് ഞങ്ങൾ ഡിമാൻഡുകൾ വെക്കുമെന്നാണ്. ഞങ്ങൾ കഴിഞ്ഞ 47 വർഷമായി ഞങ്ങളെ നീ വിരട്ടിക്കൊണ്ടിരിക്കുകയാണല്ലോ, അമേരിക്ക എന്ന് പറയുന്ന രാജ്യം വിരട്ടിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഈ 47 വർഷം ഇനി ഞങ്ങൾക്കെതിരെ ഏർപ്പെടുത്താത്ത ഉപരോധമൊന്നുമില്ലല്ലോ. ആ ഉപരോധത്തിന്റെ ഒക്കെ മുകളിലൂടെയാണല്ലോ ഞങ്ങൾ ഇതെല്ലാം ആർജിച്ചെടുത്തത്. ഈ മിസൈൽ ശേഷിയും ഈ ആണവ ശക്തിയും സമാധാനപരമായ ഊർജ്ജാവശ്യങ്ങൾക്കുള്ള ആണവശേഷിയും ഒക്കെ ഞങ്ങൾ ആർജിച്ചെടുത്തത് അമേരിക്ക അടക്കമുള്ള ഈ വലിയ ശക്തികളുടെ എല്ലാം ഉപരോധത്തെ മറികടന്നുകൊണ്ട്, അതിനെ നേരിട്ടുകൊണ്ടാണല്ലോ. ഇനിയും ഞങ്ങൾക്ക് അങ്ങനെ മുന്നോട്ട് പോകാൻ അറിയാമെന്നവർ പറയുന്നു. അവർ ഒരു കാര്യം കൂടി പറയുന്നു, ഞങ്ങൾക്ക് ആണവായുധമില്ല, പക്ഷേ ഞങ്ങളുടെ കയ്യിൽ ഇക്കണോമിക് ന്യൂക്ലിയർ വെപ്പൺ ഉണ്ട് എന്നാണ്. സാമ്പത്തിക ആണവായുധം, അതാണ് ഹോർമൂസ്. ഒരുപക്ഷെ ഈ യുദ്ധത്തിൽ ഇറാനെ ഏറ്റവും കൂടുതൽ സഹായിച്ചതും ഈ യുദ്ധത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇറാന്റെ ഒരു പിടിവള്ളിയായി മാറിയത് ഹോർമൂസ് തന്നെയാണ്. ഒന്നാമത് ഹോർമൂസ്, രണ്ടാമത് അവരുടെ തന്ത്രങ്ങൾ. ഇത്ര വലിയ സൈനിക സംവിധാനം അമേരിക്കയും ഇസ്രയേലും ഒരുമിച്ച് ആക്രമിച്ചിട്ടും അതിനെയൊക്കെ എതിരിടാൻ പോകുന്ന തന്ത്രങ്ങൾ മെനയാൻ അവരുടെ സൈനിക സംവിധാനത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ്. മൂന്നാമത്, ഒരു ജനത എന്ന നിലയിൽ ആ രാജ്യം ഒറ്റക്കെട്ടായി നിന്നു എന്നുള്ള മൂന്നാമത്തെ കാര്യമാണ്. നാലാമത്തെ കാര്യം, ലോകമെമ്പാടും ഉണ്ടായി വന്ന വലിയ ജനഹിതമാണ്, അല്ലെങ്കിൽ പൊതുജന
ബോധമാണ്. അമേരിക്കയും ഇസ്രയേലുമാണ് ഭീകരരാഷ്ട്രങ്ങളെന്നും ഇറാൻ സത്യത്തിൽ ഇറാനിനുമേൽ അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരു യുദ്ധമാണ് എന്നുമുള്ള പൊതുബോധം ലോകമെമ്പാടും ഗ്ലോബലി തന്നെ അങ്ങനെ ഒരു വികാരം രൂപപ്പെട്ടു. ഇങ്ങനെ മൊത്തത്തിൽ ഇറാൻ ഇപ്പോ സത്യത്തിൽ സ്റ്റാറായി നിൽക്കുന്നു. അവർ തോറ്റില്ല, അവരിപ്പോഴും യുദ്ധം ചെയ്യാൻ തയ്യാറാണെന്ന് പറയുന്നു. അവര് ഈ 2 ആഴ്ച യുദ്ധക്കളത്തിലെ താൽക്കാലിക നിശബ്ദതയുടെ സമയത്ത് അവർ ബാക്കി സംവിധാനങ്ങളെല്ലാം ഒന്നുകൂടി അവരുടെ ആയുധങ്ങൾക്ക് മൂർച്ച കൂട്ടി എല്ലാം എടുത്ത് നിരത്തി വെച്ചിരിക്കുകയാണ്. നമുക്ക് എങ്കിൽ പിന്നെ ഒന്നും കൂടി നോക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇനി അങ്ങോട്ട് യുദ്ധം ചെയ്യാൻ അമേരിക്കയ്ക്ക് വയ്യ. പക്ഷേ നെഗോഷിയേഷൻ ടേബിളിൽ ഇറാൻ തോൽക്കണം. യുദ്ധത്തിൽ ഇറാനെ തോൽപ്പിക്കാൻ പറ്റില്ല എങ്കിൽ ചർച്ചാ ടേബിളിൽ എങ്ങനെയെങ്കിലും ഇറാനെ തോൽപ്പിക്കണമല്ലോ. ഞങ്ങളുടെ ഡിമാൻഡുകളൊക്കെ ഇറാൻ അംഗീകരിച്ചു എന്ന് വരുത്തണം. അവിടെയാണ് ഇറാൻ പറയുന്നത് ഞങ്ങൾക്ക് യാതൊരു താല്പര്യമില്ല, നമ്മൾ വേണമെങ്കിൽ നമുക്ക് യുദ്ധം ചെയ്ത് പോകാമെന്നാണ്. 47 വർഷത്തെ ഉപരോധത്തിന്റെ മേൽ ഞങ്ങളിതെല്ലാം കെട്ടിപ്പൊക്കിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇനിയും ഈ പണി നന്നായിട്ട് അറിയാം എന്നാണ്. അപ്പോൾ ഭരണമാറ്റം മുതൽ ഇറാന്റെ ആണവ സൈനിക സംവിധാനം മുഴുവൻ തകർത്ത് തരിപ്പണമാക്കുന്നത് വരെയുള്ള വലിയ അഭിലാഷങ്ങളുമായിട്ടാണ് ഡൊണാൾഡ് ട്രംപ് ഈ യുദ്ധരംഗത്തിറങ്ങിയതെങ്കിൽ ഒന്നും നേടാതെ കയ്യും വീശി അല്ലെങ്കിൽ ഒന്നും നേടാതെ നാണം കെട്ട് തിരിച്ചു പോകുന്ന ഡൊണാൾഡ് ട്രംപിനെ ഈ ലോകം കാണുന്നു. ഇതിനേക്കാൾ കൂടുതൽ ഡൊണാൾഡ് ട്രംപ് ഈ ലോകത്തിന് മുമ്പിൽ അപഹാസ്യനാകാനൊന്നുമില്ല. ചർച്ചയ്ക്ക് വിളിച്ചിട്ട് പോലും ഒരു രാജ്യം വരുന്നില്ല എന്ന് പറഞ്ഞാൽ അതിനപ്പുറത്ത് അപഹാസ്യനാകാൻ പ്രത്യേകിച്ച് കൂടുതലൊന്നുമില്ലല്ലോ. അപ്പൊ നമുക്കൊരു അസംഷനിൽ എത്തിച്ചേരാൻ കഴിയുന്നത് എന്താണ്? ട്രംപ് പറയുന്നു 72 മണിക്കൂറിനുള്ളിൽ ചർച്ചകൾ പുനരാരംഭിക്കുമെന്ന്. ഞാൻ കരുതുന്നത് 72 മണിക്കൂറിനുള്ളിൽ ഏതായാലും ഇറാൻ ചർച്ചകൾക്ക് തയ്യാറായി അങ്ങോട്ട് പാകിസ്ഥാനിലേക്ക് അവരുടെ സംഘം പോകാൻ സാധ്യതയില്ല. അങ്ങനെയാണെങ്കിൽ ഇറാൻ ഇനി ഡിമാൻഡുകൾ വെക്കും. ഇറാൻ ചില ഡിമാൻഡുകൾ പറയും, അത് അമേരിക്ക കേൾക്കേണ്ടി വരും. അല്ലെങ്കിൽ പിന്നെന്താണ്, യുദ്ധം ചെയ്യാനുള്ള നിവൃത്തി അമേരിക്കയ്ക്കില്ല എന്ന് നമുക്കറിയാം. നമ്മൾ അവിടുത്തെ കപ്പലുകളുടെ ഈ ജെറാൾഡ് ആൾഫോർഡിലെയും ഇബ്രാഹിം ലിങ്കണിലെയൊക്കെ പട്ടാളക്കാര് അതിനകത്ത് എന്തായാലും കയറിയിട്ട് മാധ്യമങ്ങളൊന്നും ഷൂട്ട് ചെയ്യില്ല, അവിടുത്തെ ദൃശ്യങ്ങളൊന്നും പുറത്തുവിടില്ലല്ലോ. അപ്പോൾ ഈ പട്ടാളക്കാർ തന്നെ അവരുടെ ദുരവസ്ഥ വിവരിച്ചുകൊണ്ട് അവർക്ക് ലഭിക്കുന്ന ഭക്ഷണം റേഷനാണ്, ഒന്നുമില്ല അതിനകത്ത്. മാധ്യമങ്ങളൊക്കെ അത്തരത്തിലുള്ള ദൃശ്യങ്ങളൊക്കെ പുറത്തുവിട്ടത് നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ. അപ്പൊ ഭക്ഷണം പോലും ഈ സൈനികർക്ക്, ഇറാനെതിരെ ധീരമായ യുദ്ധം നയിക്കുന്ന സൈനികർക്ക് കൊടുക്കാനില്ലാത്ത അവസ്ഥയിലൂടെയാണ് ഈ അമേരിക്കൻ സൈന്യം കടന്നുപോയതും ഡൊണാൾഡ് ട്രംപ് കടന്നുപോയതും. അതുകൊണ്ടാണ് 40-ാം ദിവസം വെടിനിർത്തൽ പ്രഖ്യാപിച്ചുകൊണ്ട് തലയൂരിയത്. അപ്പൊ ഇനി അങ്ങോട്ട് എന്ത് ചെയ്യുമെന്ന് ട്രംപിനൊരു പിടിയുമില്ലാത്ത അവസ്ഥയാണ്. ഇനി അങ്ങോട്ട് ഇറാൻ എന്ന് പറയുന്ന വിജയി ഡിമാൻഡുകൾ തീരുമാനിക്കുന്ന സാഹചര്യമാണ്. ഇറാന് സൗകര്യമുള്ളപ്പോൾ ഇറാൻ ചർച്ചയ്ക്ക് പോകുമെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോ എന്നാലും കുറെ തള്ളുകളൊക്കെ തള്ളി ഇങ്ങനെ ട്രംപ് പിടിച്ചു നിൽക്കുമായിരിക്കും. ട്രംപിന് സ്വാഭാവികമായിട്ടും അത് നല്ല മെയ്വഴക്കമുള്ള ആളാണ് ട്രംപ്. അതിനൊക്കെ അപ്പുറത്ത് ഇവിടെ ഇനി പ്രത്യേകിച്ച് കാര്യമായൊന്നും സംഭവിക്കാനില്ല എന്ന് തന്നെ കരുതേണ്ടി വരുന്നൊരു സാഹചര്യം. അതേസമയം ലബനനിൽ കനത്ത ഏറ്റുമുട്ടൽ ഇപ്പോഴും തുടരുകയാണെന്നുള്ള വാർത്തകൾ പല മാധ്യമങ്ങൾ പുറത്തുവിടുന്നുണ്ട്. പ്രത്യേകിച്ചും ഇസ്രായേൽ മാധ്യമങ്ങൾ തന്നെ പുറത്തുവിടുന്നുണ്ട്. നിരവധി സൈനികരാണ് അവിടെ ഹിസ്ബുള്ളയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത്. അവിടെ വെടിനിർത്തലൊക്കെ നിലവിലുണ്ട് എങ്കിൽ പോലും പരസ്പരമുള്ള ഏറ്റുമുട്ടൽ തുടരുന്നു. അതിനിടെയാണ് പുറത്തുവന്ന ചില ദൃശ്യങ്ങൾ, ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ. അത് മറ്റൊന്നുമല്ല, ഇസ്രായേൽ സൈനികർ അവിടുത്തെ ഒരു പള്ളി ആക്രമിച്ചുകൊണ്ട് ജീസസ് ക്രൈസ്റ്റിന്റെ പ്രതിമ തല്ലി തകർക്കുന്ന, പ്രതിമയുടെ കൈയും കാലും തലയും ഒക്കെ തല്ലി തകർക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. അത് വലിയ വിവാദമായിരുന്നു. അത് ഇസ്രായേൽ സൈനികർ തന്നെയാണ് ചെയ്തത് എന്ന് ഇപ്പോൾ സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടക്കുന്നു എന്നൊക്കെ പറയുന്നു. ഇസ്രായേൽ മാധ്യമങ്ങൾ ആ വാർത്ത സ്ഥിരീകരിക്കുന്നു. ജീസസ് ക്രൈസ്റ്റിന്റെ, യേശുക്രിസ്തുവിന്റെ പ്രതിമ തല്ലി തകർക്കുന്ന നിലയിൽ അവിടുത്തെ ആരാധനാലയങ്ങൾ, ക്രിസ്ത്യൻ ആരാധനാലയങ്ങൾ ആക്രമിച്ചുകൊണ്ടാണ് ഇസ്രായേൽ സേന മുന്നോട്ട് പോകുന്നത് എന്ന വാർത്തയും ആ ദൃശ്യങ്ങളും സ്വാഭാവികമായും നമ്മുടെ നാട്ടിലെ ക്രിസംഗികളെ അവർക്ക് ഒരു വലിയ പ്രചോദനം നൽകുന്നതും അവരെ ആവേശഭരിതരാക്കുന്നതുമായിരിക്കുമെന്ന് ഞാൻ കരുതുകയാണ്. കാര്യം ഈ ക്രിസംഗികൾക്കാണ് ഏറ്റവും കൂടുതൽ ഇസ്രായേൽ ജയിക്കണമെന്നും ഇസ്രായേലിനോട് ചേർന്ന് നിൽക്കുന്നതും. ബാക്കിയുള്ള ഇവിടുത്തെ രാജ്യങ്ങളൊക്കെ ഭീകര രാജ്യങ്ങളാണ്. ഇസ്രായേലാണ് ലോകത്തെ ഏറ്റവും നല്ല രാജ്യവും നല്ല മനുഷ്യരും എന്നൊക്കെ കരുതുന്നത്, അമേരിക്കയും ഇസ്രായേലുമാണ് ഈ ലോകം ഭരിക്കേണ്ടതെന്നൊക്കെ കരുതുന്നത് ക്രിസംഗികളാണ്. അപ്പൊ ക്രിസംഗികളെ സംബന്ധിച്ച് അവർക്ക് നയനമനോഹരമായ ചില ദൃശ്യങ്ങൾ, ഈ ദൃശ്യങ്ങൾ ക്രിസംഗികൾക്ക് വേണ്ടി സമർപ്പയാമി എന്ന് പറയുന്നത് പോലെ സമർപ്പിക്കുകയാണ്. അങ്ങനെയൊക്കെയാണ് പശ്ചിമേഷ്യയിൽ മൊത്തത്തിൽ സാഹചര്യങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. ഇസ്രായേൽ ലബനനിൽ നടത്തുന്ന ആക്രമണത്തിൽ ഇസ്രായേലിന് വലിയ പരിക്കുകൾ സംഭവിക്കുന്നു, വലിയ ആൾനാശമുണ്ടാകുന്നു. അതേസമയം ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ ഡൊണാൾഡ് ട്രംപ് ഇങ്ങനെ അന്തം വിട്ട് താടിക്ക് കയ്യം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ, ഇരിക്കുകയാണ്.